ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് വയറിംഗ് സിസ്റ്റത്തിലെ മൂന്നാമത്തെ ടോപ്പിക്കാണ്. ജനറൽ റൂൾസ് ഫോർ വയറിംഗ്. വയറിങ്ങിനുള്ള കുറച്ച് നിയമങ്ങൾ, ജനറൽ ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, അതിനെ പറ്റിയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനി ഷാൾ ബി ഏബിൾ ടു നോ സ്റ്റേറ്റ് ദി ജനറൽ റൂൾസ് ഫോർ വയറിംഗ്. ഇന്ന് ജനറൽ റൂൾസാണ് പറയണത്. അപ്പോൾ ജനറൽ റൂൾസ് ഫോർ വയറിംഗ് താഴെ പറയുന്ന BIS റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ BIS എന്ന് പറഞ്ഞാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടു വയറിംഗ് ഇൻസ്റ്റലേഷൻ. ആൾ ദി BIS റെഗുലേഷൻ ആർ റെക്കമെൻഡഡ് ബൈ ദി നാഷണൽ ഇലക്ട്രിക്കൽ കോഡ്. ഈ BIS റെഗുലേഷൻസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് നാഷണൽ ഇലക്ട്രിക്കൽ കോഡ് എന്ന് പറയുന്നതാണ്. NEC, നാഷണൽ ഇലക്ട്രിക്കൽ കോഡ്. IE റൂള്, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂള് ഒക്കെ ഉണ്ടാക്കുന്നത് NEC ആണ്, നാഷണൽ ഇലക്ട്രിക്കൽ കോഡ്. ഒന്നാമത് ആൾ ഫിറ്റിംഗ് ആക്സസറീസ് ആൻഡ് അപ്ലയൻസസ് യൂസ്ഡ് ഫോർ വയറിംഗ് ഷാൾ കൺഫേം ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. IS മാർക്ക് ഉണ്ടായിരിക്കണം. എല്ലാ ഫിറ്റിങ്ങുകളും, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫിറ്റിങ്ങുകളിലും ആക്സസറീസിലും അപ്ലയൻസിലും ഒക്കെ IS മാർക്കുള്ളതായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് സബ് സർക്യൂട്ടാണ്. എന്താണ് സബ് സർക്യൂട്ട്? നമ്മൾ പറഞ്ഞു ഒരു സർക്യൂട്ട് അല്ലേ, 1, 2, 3, 4 ഒക്കെ സബ് സർക്യൂട്ടുകൾ വേണ്ടി വരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഒരു സർക്യൂട്ടോ അല്ലെങ്കിൽ 2 സർക്യൂട്ട് സബ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ വേണം, അവിടുന്ന് സബ് സർക്യൂട്ടുകൾ ഉണ്ടാവും. ഈ സബ് സർക്യൂട്ടുകൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞത്. 2 സബ് സർക്യൂട്ടുകളുണ്ട്. ഒന്നാമത് ലൈറ്റിംഗ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട്. അതിന് ലൈറ്റിംഗ് സബ് സർക്യൂട്ട് എന്നാണ് സാധാരണ പറയുക. ലൈറ്റിംഗ് സബ് സർക്യൂട്ട്, അതിന് ലൈറ്റ്, അതുപോലെ തന്നെ ഫാന്, പിന്നെ 5 ആംപിയർ സോക്കറ്റ് ഉൾപ്പെട്ടതാണ് ലൈറ്റിംഗ് സബ് സർക്യൂട്ട്. അതായത് പവർ സബ് സർക്യൂട്ട്. പവർ സബ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 15 ആംപിയറിൻ്റെ, മറ്റേ 5 ആംപിയറിൻ്റെ ആണ് ഇത്. 15 ആംപിയറും അതിൽ കൂടുതലുള്ള പ്ലഗ് സപ്ലൈ വരുന്നത്, അതിനാണ് പവർ സബ് സർക്യൂട്ട് എന്ന് പറയുക. അപ്പോൾ ഒന്നാമത് നോക്കാം, ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട്. ഒരു വയറിങ്, നമ്മൾ വീട് വയറിങ് ചെയ്യുമ്പോൾ എത്ര സബ് സർക്യൂട്ട് വേണം, ലൈറ്റിങ്ങും സബ് സർക്യൂട്ട് എത്ര എണ്ണം വേണം എന്ന് നമ്മൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ ഞാൻ പറഞ്ഞു ലൈറ്റ്, ഫാന്, 5 ആംപിയർ സോക്കറ്റ്, ഇതൊക്കെ ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ വരുന്നതാണ്. ഇതിൽ 2 കാര്യങ്ങൾ വെച്ചിട്ട്, ഒന്ന് ഏതാണ്, ലൈറ്റ് ആൻഡ് ഫാൻ മേ ബി വയർഡ് ഓൺ എ കോമൺ സർക്യൂട്ട്. ലൈറ്റും ഫാനും അതുപോലെ തന്നെ 5 ആംപിയർ സോക്കറ്റും നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോമൺ സർക്യൂട്ട് ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ കൊടുക്കാവുന്നതാണ്. ഇത് കൊടുക്കുമ്പോൾ നമ്മളൊരു സബ് സർക്യൂട്ട് എന്താണ് 2 എണ്ണം ആക്കണമെങ്കിൽ അല്ലെങ്കിൽ 3 എണ്ണം ആക്കണമെന്ന് തീരുമാനിക്കുക. ഓരോ 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഒന്ന് നമ്പർ ഓഫ് പോയിൻറ്റും, ആ സബ് സർക്യൂട്ടിൽ എത്ര നമ്പർ ഓഫ് പോയിൻ്റ് ഉണ്ട്. രണ്ടാമത്തത് അതിൻ്റെ ലോഡ്. ഈ കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്പർ ഓഫ് സബ് സർക്യൂട്ട് ഇവിടെ നോക്കുക. ഈച്ച് സബ് സർക്യൂട്ട് ഹാവ് നോട്ട് മോർ ദാൻ എ ടോട്ടൽ നമ്പർ ഓഫ് 10 പോയിൻ്റ് ഓഫ് ലൈറ്റ്, ഫാൻ ആൻഡ് 5 ആംപിയർ സോക്കറ്റ് ഔട്ട്ലെറ്റ്. അപ്പോൾ ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ, ഒരു സബ് സർക്യൂട്ടിൽ മാക്സിമം നമ്പർ ഓഫ് പോയിൻ്റ് 10 പോയിൻ്റേ പറ്റുള്ളൂ. അതിലും കൂടിയാൽ എന്ത് ചെയ്യണം, വേറൊരു സബ് സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു സബ് സർക്യൂട്ടിൽ മാക്സിമം നമ്പർ ഇങ്ങനെ എണ്ണിയാൽ ലൈറ്റ് ഒരു 5 ലൈറ്റ്, ഒരു 4 ഫാന്, ഒരു 2 സോക്കറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ ഒന്നാണ് 10 നമ്പർ. ഇങ്ങനെ എണ്ണിയിട്ട് നമ്മൾ 10 നമ്പറേ ഒരു സബ് സർക്യൂട്ടിൽ പറ്റുള്ളൂ. 10 നമ്പറിലും കൂടിയാൽ എന്ത് ചെയ്യണം, അടുത്ത വേറൊരു സബ് സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ നോട്ട് മോർ ദാൻ ടോട്ടൽ ഓഫ് 10 പോയിൻ്റ് ഓഫ് ലൈറ്റ്, ഫാൻ ആൻഡ് 5 ആംപിയർ സോക്കറ്റ്. എന്താണ്, 10 പോയിൻറ്റിലും കൂടാൻ പാടില്ല. രണ്ടാമത്തെ കാരണം ലോഡാണ്. ഞാൻ പറഞ്ഞു ലോഡാണ്. ലോഡ് ഓൺ ഈച്ച് സബ് സർക്യൂട്ട്. ഓരോ സബ് സർക്യൂട്ടിലും ലോഡ് എന്ന് പറയുന്നത് ഷാൾ ബി റെസ്ട്രിക്റ്റഡ് ടു 800 വാട്ട്. 800 വാട്ടേ ഒരു സബ് സർക്യൂട്ടിൽ പറ്റുള്ളൂ. ഇതിൽ 2 ഏതാണോ ആദ്യം വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 പോയിൻ്റേ വന്നിട്ടുള്ളൂ. 2 പോയിൻ്റ്, ഇവിടെ എത്ര പോയിൻ്റ് പറ്റും നമുക്ക്? 10 പോയിൻ്റ് നമുക്ക് ഒരു സബ് സർക്യൂട്ടിൽ പറ്റും. പക്ഷേ 2 പോയിൻ്റ് കൊടുത്തപ്പോഴേക്കും 800 വാട്ടായി. എന്നാൽ എന്ത് ചെയ്യണം, അടുത്ത വേറെ 3ാമത്തെ പോയിൻ്റ് കൊടുക്കുമ്പോൾ വേറെ സബ് സർക്യൂട്ട് ഉണ്ടാക്കണം. ഏതാണോ ആദ്യം വരുന്നത്, 800 വാട്ടോ അല്ലെങ്കിൽ 10 പോയിൻ്റ്. ഇപ്പോൾ ബൾബ് അല്ല, ഇപ്പോഴത്തെ ബൾബൊക്കെ എന്താണ്, ആകെ 20 വാട്ട് അല്ല, അതിന് താഴെയുള്ള ബൾബുകളാണ്. അപ്പോൾ 20 വാട്ട് തന്നെയാണെങ്കിൽ 200 വാട്ടേ ആകെ 10 പോയിൻ്റ് കൊടുക്കുമ്പോൾ 200 വാട്ടേ ആവുള്ളൂ.
പക്ഷേ 10 പോയിൻ്റ് ആയാൽ പിന്നെ എന്ത് ചെയ്യണം, 800 വാട്ട് കാത്തിരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം, 10 പോയിൻ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു സബ് സർക്യൂട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ 2 കാര്യങ്ങൾ. ഒന്ന് എന്താണ്, 10 പോയിൻ്റിലും കൂടിയാൽ 10 പോയിൻ്റിലും കൂടാൻ പാടില്ല, ഇത് 800 വാട്ടിലും കൂടാൻ പാടില്ല. ഇനി പവർ സബ് സർക്യൂട്ട് ആണെങ്കിലോ, പവർ സബ് സർക്യൂട്ട് ആണെങ്കിൽ ലോഡ് ഓൺ ഈച്ച് സബ് സർക്യൂട്ട് ഷുഡ് നോർമലി റെസ്ട്രിക്റ്റഡ് ടു 3000 വാട്ട്. 3000 വാട്ടേ എന്ത് ചെയ്യുന്നു, ലോഡ് 3000 വാട്ടിലും കൂടിയാൽ എന്ത് ചെയ്യണം, അടുത്തൊരു സബ് സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കണം. 3000 വാട്ടിലും കുറവ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു സബ് സർക്യൂട്ടിൽ ലോഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത് പോയിൻ്റ് അല്ലേ, പോയിൻ്റ് ഓഫ് ഈച്ച് സബ് സർക്യൂട്ട് നോട്ട് മോർ ദാൻ 2. 2 നമ്പറിലും കൂടാൻ പാടില്ല. ഉദാഹരണത്തിന് 2 പവർ പ്ലഗ് നമ്മൾ വെച്ചു. 2 പവർ പ്ലഗ് വെക്കുമ്പോൾ എന്താവില്ല, 3000 വാട്ട് ആവില്ല സത്യത്തിൽ. ഇപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ പിന്നെ ഫ്രിഡ്ജിനും വേണ്ടി നമുക്ക് 2 സബ് സർക്യൂട്ട് വേണ്ടി മാക്സിമം 2000 വാട്ടേ വരുന്നുള്ളൂ. അപ്പോൾ എന്താണ്, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2 പോയിൻ്റ് വന്നു, അതുകൊണ്ട് 3000 വാട്ട് വരെ കാത്തിരിക്കാൻ പറ്റില്ല. ഇനി അതിന് പകരം എന്താണ്, 3000 വാട്ട് ഒറ്റ പ്ലഗ് ഒരു പോയിൻ്റ് വെച്ചപ്പോഴേക്കും, ഇപ്പോൾ AC അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് ഒറ്റ പോയിൻ്റ് വെച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും 3000 വാട്ടായെങ്കിൽ രണ്ടാമത്തെ പോയിൻ്റ് വെക്കാനും പാടില്ല. അപ്പോൾ ലോഡ് 3000 വാട്ടിൽ കൂടാൻ പാടില്ല. പവർ സബ് സർക്യൂട്ടിൽ പോയിൻ്റ് 2 പോയിൻ്റിൽ കൂടാനും പാടില്ല. അതിനും കൂടിയാൽ എന്ത് ചെയ്യണം, ഇതിലേതെങ്കിലും ഒന്ന് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സബ് സർക്യൂട്ട് ഉണ്ടാക്കണം. ഇനിയുള്ളത്, ഇനി അങ്ങനെ നോക്കുക, ഇവിടെ 3000 വാട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, പവർ സബ് സർക്യൂട്ട്. ഇങ്ങനെ ലോഡ് 3000 വാട്ടിലും കൂടുതൽ വരികയാണെങ്കിൽ, 3000 വാട്ടിലും കൂടുതൽ വരുന്നുണ്ട്, ഒരു പോയിൻ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, 5000 വാട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സപ്ലൈ അതോറിറ്റി ആയിട്ട് കൺസൾട്ട് ചെയ്യണം. സപ്ലൈ അതോറിറ്റി എന്ന് പറഞ്ഞാൽ KSEB ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കണം. ഇനി നോക്കുക, സെലക്ഷൻ ഓഫ് സൈസ് ഓഫ് കണ്ടക്ടർ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടർ അല്ലേ, നമ്മൾ വയർ ഉപയോഗിക്കണം. വയർ ഉപയോഗിക്കുമ്പോൾ ആ കണ്ടക്ടറിൻ്റെ സൈസ് തീരുമാനിക്കുന്നത്, സൈസ് ഓഫ് ദ കേബിൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദി, ഒന്നാമത്തത് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ കേബിൾ. ആ കേബിളിന് പിന്നെ അതിലൂടെ കറണ്ട് ഈസി ആയിട്ട്, അത് ചൂടാവാതെ ഹീറ്റ് ആവാതെ ഈസി ആയിട്ട് കടത്തി വിടാൻ പറ്റുന്ന ഒരു കറണ്ട് ഉണ്ടാവും. അതിനാണ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുക. അപ്പോൾ എന്താണ്, ഈ കറണ്ട് ക്യാരിയിങ് കേബിളിലൂടെ കടത്തി വിടാൻ പറ്റുന്ന കറണ്ട്, ആ മാക്സിമം കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി നമ്മൾ നോക്കണം. രണ്ടാമത്തത് ലെങ്ത് ഓഫ് ദ വയറിംഗ് ആൻഡ് പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദി കേബിൾ. നമ്മൾ പറഞ്ഞ ലെങ്ത്ത് കൂടുമ്പോൾ അല്ലെ, വയറിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചാൽ റെസിസ്റ്റൻസും കൂടും അല്ലെ, ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ആ റെസിസ്റ്റൻസ് കൂടുമ്പോൾ അവിടെയൊക്കെ എന്തുണ്ടാവും, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ആ വോൾട്ടേജ് ഡ്രോപ്പ് എത്ര പറ്റും എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മൂന്നാമത്തത് മിനിമം സൈസ് ഓഫ് ദ കേബിൾ ബേസ്ഡ് ഓൺ ദ എക്കണോമി. മിനിമം സൈസ്, ഒരു ആകെ ഒരു ബൾബ് 2 ബൾബ് ഉള്ളെങ്കിലും നമ്മൾ മിനിമം സൈസ്, കേബിളിൻ്റെ മിനിമം സൈസ് എത്രയെന്നുള്ളത് റൂൾ പ്രകാരം പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ, ഒരു കണ്ടക്ടറിൻ്റെ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഒന്ന് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി, 2 അതിൻ്റെ ലെങ്ത് ഓഫ് വയറിനനുസരിച്ചുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, 3 മിനിമം സൈസ് ഓഫ് കേബിളും നമ്മൾ പരിഗണിക്കണം. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് എത്ര പറ്റും നമുക്ക് നോക്കാം. ഒരു കണ്ടക്ടറിൻ്റെ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിലുള്ള കൺസ്യൂമർ ടെർമിനലിൽ നിന്നുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ വോൾട്ടേജ് ഡ്രോപ്പ് എത്ര പറ്റും നോക്കാം. വോൾട്ടേജ് ഡ്രോപ്പിനെ പ്രമിസസ് ആസ് പെർ BIS 732 പ്രകാരം വോൾട്ടേജ് ഡ്രോപ്പ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 3% ഓഫ് ദ സ്റ്റാൻഡേർഡ് സപ്ലൈ വോൾട്ടേജ്. 3 നമ്മുടെ സപ്ലൈ വോൾട്ടേജ് 240 ആണെങ്കിൽ അതിൻ്റെ 3%ലും കൂടാൻ പാടില്ല എന്ത്, വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ എങ്ങനെ അളക്കുമ്പോഴാണ് ഉണ്ടാകുക, വെൻ മെഷേർഡ് ബിറ്റ്വീൻ ദി കൺസ്യൂമർ സപ്ലൈ പോയിൻ്റ്. നമ്മളെ കൺസ്യൂമർ സപ്ലൈ പോയിൻ്റ് എന്ന് പറയുന്നത് KSEB തരുന്ന പോയിൻ്റ് ഇല്ലേ എന്ന് പറഞ്ഞാൽ, നമ്മൾ മീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് മെയിൻ സ്വിച്ച്, ആ മെയിൻ സ്വിച്ച് മുതൽ നമ്മൾ അറ്റ് എനി പോയിൻ്റ് ഓഫ് ദി ഇൻസ്റ്റലേഷൻ, നിങ്ങൾ ആ പോയിൻ്റ് മുതൽ ഏറ്റവും ദൂരമുള്ള സ്ഥലം അളന്നാൽ, എന്നാണ് അടുക്കളയാണെങ്കിൽ ഏറ്റവും ദൂരമുള്ള ആ കൺസ്യൂമർ നമുക്ക് തരുന്ന KSEB തരുന്ന പോയിൻറ്റും ഏറ്റവും ദൂരമുള്ള സ്ഥലം വെച്ച് നമ്മൾ അളന്നാൽ, അവിടെ നമ്മൾ അളന്നു, വോൾട്ടേജ് അളന്നു, അത് രണ്ടും അളക്കുമ്പോഴും എന്താണ് 3%. എപ്പോഴാണ് അളക്കണത്, കണ്ടക്ടർ ആർ ക്യാരിയിങ് ദി മാക്സിമം കറണ്ട് അണ്ടർ ദ നോർമൽ കണ്ടീഷൻ ഓഫ് സർവീസ്. കണ്ടക്ടറിലൂടെ മാക്സിമം കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ എന്ത് ചെയ്തു, ഏറ്റവും ദൂരം എത്ര കേബിൾ, ഏറ്റവും ലെങ്തി ഉള്ള കേബിൾ ഉള്ള സ്ഥലം നമ്മൾ അളന്നാൽ പോലും എന്താണ്, സപ്ലൈ വോൾട്ടേജിൻ്റെ 3%-നേക്കാൾ വോൾട്ടേജ് ഡ്രോപ്പ് കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ KCBൻ്റെ സ്ഥലത്ത് അളന്നു, ഒരു 240 വോൾട്ട് ആണെങ്കിൽ നമ്മൾ ഏറ്റവും ദൂരമുള്ളത് അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ അളക്കുമ്പോൾ ഈ 240-ൻ്റെ 3%-ലും കൂടുതൽ എന്താകാൻ പാടില്ല, ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എന്താണ്, 240-ൻ്റെ 3%-ലും കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് വന്നാൽ എന്ത് ചെയ്യില്ല, നമുക്ക് അങ്ങനെ വന്നാൽ 3%-ലും കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ദ നെക്സ്റ്റ് ബിഗ്ഗർ സൈസ് കേബിൾ ടു മെയിൻറ്റെയിൻ ദി വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദി ലിമിറ്റ്സ്. ഈ വോൾട്ടേജ് ഡ്രോപ്പ് ലിമിറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ബിഗ്ഗർ സൈസുള്ള കേബിൾ നമ്മൾ ഉപയോഗിക്കണം. സൈസ് കൂടിയ, അതിൻ്റെ ഏരിയ കൂടിയ കേബിൾ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് 3%-ലും സപ്ലൈ വോൾട്ടേജിൻ്റെ 3%-നേക്കാൾ കൂടുതൽ വരാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് വോൾട്ടേജ് ഡ്രോപ്പാണ്. ഇനിയിപ്പോൾ KCBക്കാർക്ക് 240 വോൾട്ട് എന്നാണ് അവർ പറയണമെങ്കിൽ അവർ നമ്മൾ എത്ര വോൾട്ടേജ് അവർ തരുന്ന വോൾട്ടേജിൽ എത്ര കൂടാം കുറയാം, ഒരു 240 വോൾട്ടേജാണ് അവർ പറയണത്. എപ്പോഴും 240 തന്നെ തരാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് തരുന്ന ഈ റൂൾ നമ്പർ 54 പ്രകാരം നമുക്കെന്താണ്, വോൾട്ടേജ് അറ്റ് ദ പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ, കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ നമ്മൾ വരുന്ന വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജ് എന്താണ്, അറ്റ് ദി കൺസ്യൂമർ എൻഡിൽ ഷുഡ് നോട്ട് വാരി ഫ്രം ദ ഡിക്ലെയർഡ് വോൾട്ടേജ് ബൈ മോർ ദാൻ 5% ഇൻ ദി കേസ് ഓഫ് ലോ ഓർ മീഡിയം വോൾട്ടേജ്. അതാണ്, അപ്പോൾ വരുന്ന സപ്ലൈ എന്ത് ചെയ്യാൻ പാടില്ല, 240 ആണെങ്കിൽ അതിൻ്റെ എന്താണ് 240 ഡിക്ലെയർ ചെയ്തതെങ്കിൽ അതിനെന്താണ് മോർ ദാൻ 5%, 5%-ലും കൂടുതൽ വാരി ചെയ്യാൻ പാടില്ല. 240-ൻ്റെ 5% കൂടാം കുറയാം, അത് കുഴപ്പമില്ല. അതിലും കൂടുതൽ എന്താണ്, ലോ ഓർ മീഡിയം വോൾട്ടേജിൽ 5%-ലും കൂടാനോ കുറയാനോ വാരി ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മോർ ദാൻ 12.5%, 12.5%-ലും കൂടുതൽ വരാൻ പാടില്ല. ഇപ്പോൾ ഹൈ ഓർ എക്സ്ട്രാ ഹൈ വോൾട്ടേജ്, ഹൈയോ അല്ലെങ്കിൽ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് വരുമ്പോൾ 12.5%-ലും കൂടാൻ പാടില്ല. ഇവിടെ ഉദാഹരണത്തിന് നോക്കുക, ഇത് ജനറേറ്റിംഗ് സ്റ്റേഷനാണ്, ഇത് 33 kV ആണ്. 33 kV-ൻ്റേത് അതാണ് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് നമ്മൾ പറഞ്ഞത്. അവിടെയാണെങ്കിൽ 12.5%. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് എന്ന 11 kV വോൾട്ടേജാണ്, അവിടെയും 12.5% വാരി ചെയ്യാം, കൂടാം കുറയാം. ഇനി നോക്കുക, ഇവിടെ 415 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് ആണെങ്കിൽ അവിടെ അത്രേ പറ്റുള്ളൂ, മാക്സിമം 5%-ലും കൂടുതൽ വാരി ചെയ്യാൻ പാടില്ല. 5%. ചില സ്ഥലങ്ങളിൽ ലൈറ്റിങ്ങിൽ 3% എന്നും പറയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ. ഇനി നോക്കുക, മിനിമം സൈസ് ഓഫ് കേബിൾ നമ്മൾ പറഞ്ഞു. രണ്ടാമത് 3 കാര്യങ്ങൾ പറഞ്ഞു. 1 കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി, 2 വോൾട്ടേജ് ഡ്രോപ്പ്, 3 മിനിമം സൈസ് ഓഫ് കേബിൾ. ഈ മിനിമം സൈസ് ഓഫ് കേബിൾ ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞു, ഫാനും ലൈറ്റും 5 ആമ്പിയർ സോക്കറ്റും ഉള്ളതാണ് ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ. പിന്നെ കണ്ടക്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടറിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് നോമിനൽ ക്രോസ്, അതിൻ്റെ ഏരിയ ഓഫ് നോട്ട് ലെസ് ദാൻ 1 mm². കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയാണ് നമ്മൾ കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുക. ആ കോപ്പർ 1 mm²-ലും കുറയാൻ പാടില്ല. അതുപോലെ തന്നെ അലൂമിനിയം ഉപയോഗിക്കണമെങ്കിൽ 1.5 mm²-ലും കുറയാൻ പാടില്ല. അപ്പം ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ കോപ്പർ ആണെങ്കിൽ 1 mm²-ലും കുറയാൻ പാടില്ല, അലൂമിനിയം ആണെങ്കിൽ 1.5 mm²-ലും കുറയാൻ പാടില്ല. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ആകെ 2 പോയിന്റ് മാത്രം വെച്ചിട്ട് പഴയ കാലങ്ങളിലാണെങ്കിൽ അങ്ങനെയാണ് വയർ ചെയ്യുക. ആ സമയത്ത് കറണ്ട് വളരെ കുറച്ചെടുക്കുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ റൂൾ പ്രകാരം നമ്മൾ 1 mm² കോപ്പർ വയർ തന്നെ അവിടെ വയർ ചെയ്യാൻ ഉപയോഗിക്കണം. ഇനി പവർ വയറിംഗ് ആണെങ്കിൽ 15 ആമ്പിയർ നമ്മൾ ലൈറ്റിംഗ് സബ് സർക്യൂട്ടും പവർ സബ് സർക്യൂട്ട്, അങ്ങനെ പവർ സബ് സർക്യൂട്ടിലാണ് നമ്മൾ വയർ ചെയ്യണമെങ്കിൽ എന്താണ്, ഷാൾ ബി നോട്ട് ലെസ് ദാൻ 2.5 mm² കോപ്പർ 2.5 mm² ആണ് മിനിമം. എന്താണ്, ഇതിലാണ് അലൂമിനിയം ആണെങ്കിൽ 4 mm² മിനിമം 4 mm² വരണം. അപ്പോൾ പവർ വയറിങ്ങിൽ 2.5 mm²-ലും കുറയാൻ പാടില്ല, അല്ലെങ്കിൽ അലൂമിനിയം ആണെങ്കിൽ 4 mm²-ലും കുറയാൻ പാടില്ല. ചില ബുക്കിൽ 1.5 mm² എന്നത് കാണുന്നുണ്ട്. ഏതാണ് ഇതിൽ നിമിയിലുള്ളതാണ് നമ്മളിവിടെ പറയണത്. അപ്പോൾ എന്താണ്, പിന്നെ പവർ വയറിംഗ് ആണെങ്കിൽ അതിൽ ഏറ്റവും മിനിമം നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ 2.5 mm² ആണ്.
അലൂമിനിയം ആണെങ്കിൽ 4.4 mm² ആവണം. ഇനി നമ്മൾ ഫ്ലെക്സിബിൾ കോഡാണ് ഉപയോഗിക്കണമെങ്കിൽ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോഡാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ മിനിമം 0.5 mm² കോപ്പർ വയർ 0.5 mm² ഉള്ള മിനിമം അതിൻ്റെ 0.5 mm² എങ്കിലും വേണം. എന്ത് ഫ്ലെക്സിബിൾ കോഡാണ് ഉപയോഗിക്കണമെങ്കിൽ. ഇനി എന്താണ് ഒരു കാര്യമുള്ളത്, ലീക്കേജ് കറണ്ട്, വോൾട്ടേജ് ഡ്രോപ്പ് പോലെ തന്നെ ലീക്കേജ് കറണ്ട്, ഒരു ഇൻസ്റ്റലേഷനിലെ ലീക്കേജ് കറണ്ട് എത്ര പറ്റും എന്നുള്ളതാണ് അല്ലേ. ഐ റൂൾസ് പ്രകാരം ദ ലീക്കേജ് കറണ്ട് ഇൻ ആൻഡ് ഇൻസ്റ്റലേഷൻ ഷുഡ് നോട്ട് എക്സീഡ്, ഒരിക്കലും കൂടാൻ പാടില്ല 1/5000 പാർട്ട് ഓഫ് ദ ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദ ഇൻസ്റ്റലേഷൻ. നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ള ഫുൾ ലോഡും വർക്ക് ചെയ്താലുള്ള കറണ്ടിൻ്റെ 1/5000 പാർട്ട്, അതിലും കൂടാൻ പാടില്ല എന്ത് ലീക്കേജ് കറണ്ട് എന്തിലും കൂടാൻ പാടില്ല 1/5000 ടൈംസിലും എന്തിൻ്റെ ഫുൾ ലോഡ് കറണ്ടിൻ്റെ 1/5000 ടൈംസിലും കൂടാൻ പാടില്ല. അപ്പോൾ ലീക്കേജ് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ഫുൾ ലോഡ് കറണ്ട് ഇൻറ്റു 1/5000. ഇത് കണ്ടാൽ ലീക്കേജ് കറണ്ട് കാണാം. ഈ ലീക്കേജ് കറണ്ടിൻ്റെ വാല്യൂ ഒരിക്കലും എന്തിലും കൂടാൻ പാടില്ല, ഈ വാല്യൂവിനേക്കാൾ, ഇങ്ങനെ കാണുന്ന വാല്യൂവിനേക്കാൾ കൂടാൻ പാടില്ല, 1/5000 കൂടാൻ പാടില്ല. അപ്പോൾ ഇതിൽ പിന്നെ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് പിന്നെന്ത് ലീക്കേജ് കറണ്ട് എത്രയാണ് പറ്റുക, 1/5000 പാർട്ട് ഓഫ് ഫുൾ ലോഡ് കറണ്ട്. അതുപോലെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ് പറ്റുക, അതേപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്ന സപ്ലൈ എത്ര വാരി ചെയ്യാം എന്നുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ മിനിമം കണ്ടക്ടറിൻ്റെ സൈസ് അല്ലേ, ലൈറ്റിംഗ് സബ് സർക്യൂട്ട് ആണെങ്കിൽ കോപ്പർ 1 mm², മറ്റേ 1.5 mm², അലൂമിനിയം ആണെങ്കിൽ പവർ സബ് സർക്യൂട്ട് ആണെങ്കിൽ 2.5 mm², മറ്റേ 4 mm². ഈ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി നോക്കുക, അത് ഇനി നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോവാം. ദി കറണ്ട് റേറ്റിംഗ് ഓഫ് മെയിൻ സ്വിച്ചും ഡിസ്ട്രിബ്യൂഷൻ ബോർഡും, ഇത് മെയിൻ സ്വിച്ച്, ഇത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, ഇതിൻ്റെയൊക്കെ കറണ്ട് റേറ്റിംഗ് അല്ലേ 16 ആംപിയറിൻ്റെ ആണോ അല്ലെങ്കിൽ 32 ആംപിയറിൻ്റെ ആണോ 64 ആംപിയറിൻ്റെ ആണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്, കാൽക്കുലേറ്റ് അക്കോർഡിംഗ് ടു ദ ടോട്ടൽ ലോഡ് കറണ്ടിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് നമ്മൾ തീരുമാനിക്കേണ്ടത്. എത്ര കറണ്ട് റേറ്റിംഗ് ഉള്ള പിന്നെ മെയിൻ സ്വിച്ചും പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ടോട്ടൽ ലോഡ് കറണ്ടിനെ ആസ്പദമാക്കിയിട്ടാണ്. അതുപോലെ തന്നെ ആൾ പ്ലഗ് ആൻഡ് സോക്കറ്റ് ഔട്ട്ലെറ്റ് ഷാൾ ബി 3 പിൻ, എല്ലാ പ്ലഗും സോക്കറ്റും 3 പിൻ ആക്കാൻ 3 പിൻ തന്നെ കൊടുക്കണം. അപ്രോപ്രിയേറ്റ് പിൻ ബീയിങ് കണക്റ്റഡ് ടു ദ എർത്ത്, ഈ മൂന്നാമത്തെ പിൻ എന്ത് ചെയ്യണം, എർത്തിലേക്ക് നിർബന്ധമായിട്ടും കണക്ട് ചെയ്യുകയും വേണം. ഈ 3 പിൻ 16 ആംപിയർ സോക്കറ്റ് ആണെങ്കിൽ, പവർ വയറിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന 16 ആംപിയർ സോക്കറ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഇൻഡിവിജ്വൽ സ്വിച്ച് ഓരോന്നിനും ഓരോ സ്വിച്ച് തന്നെ നിർബന്ധമായും കൊടുക്കണം. അതും പോരാ, ഷാൾ ബി ലൊക്കേറ്റഡ് ഇമ്മീഡിയറ്റ്ലി അഡ്ജസ്റ്റൻറ്റ് ടു, പെട്ടെന്ന് നമുക്ക് ഓഫാക്കാനും ഓണാക്കാനും കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്വിച്ച് കൊടുക്കലും നിർബന്ധമാണ്. ഇപ്പോൾ 16 ആംപിയർ സോക്കറ്റാണ്, ഇൻഡിവിജ്വൽ സ്വിച്ച് വേണം. ഇനി എന്താണ്, നമ്മുടെ കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലത്താണ് നമ്മൾ കൊടുത്ത സോക്കറ്റ് എങ്കിൽ യൂസ് ഷട്ടേർഡ് ഓർ ഇൻ്റർലോക്ക്ഡ് സോക്കറ്റ്, ഇങ്ങനെ ഷട്ടറിലുള്ള അല്ലെങ്കിൽ ഇൻ്റർലോക്ക്ഡുള്ള സോക്കറ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഇനി എ സോക്കറ്റ് ഓഫ് റേറ്റിംഗ് ഹയർ ദാൻ 16 ആംപിയറിനും കൂടുതലുള്ള സോക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, 32 ആംപിയറിൻ്റെ ഒക്കെ സോക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഷുഡ് ബി കണക്റ്റഡ് ടു ഡബിൾ പോൾ സ്വിച്ച് ഓഫ് അപ്രോപ്രിയേറ്റ് റേറ്റിംഗ്, ഡബിൾ പോൾ സ്വിച്ച് തന്നെ നിർബന്ധമായിട്ടും കൊടുക്കണം. സിംഗിൾ പോൾ സ്വിച്ച് പോരാ, ഡബിൾ പോൾ എന്ന് പറഞ്ഞാൽ ന്യൂട്രും ഫേസും അതിലൂടെ കയറി വരുന്ന സ്വിച്ച് തന്നെ നിർബന്ധമായിട്ടും 16 ആംപിയറിലും കൂടുതലുള്ള സോക്കറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഡബിൾ പോൾ സ്വിച്ച് തന്നെ കൊടുക്കണം. ഇനി ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് കിച്ചണിൻ്റെ സൈസിനനുസരിച്ച് 1, 2 അല്ലെങ്കിൽ പിന്നെ 3 സോക്കറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇനി ഓരോ സ്ഥലങ്ങളിലും പ്രൊവൈഡ് ചെയ്യണേ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾ ഓഫ് സോക്കറ്റിൻ്റെ ലിസ്റ്റാണ് ഇവിടെ. ബെഡ്റൂമിൽ 6 ആംപിയറിൻ്റെ സോക്കറ്റ് 2, 3 കൊടുക്കാം, 16 ആംപിയറിൻ്റെ 1 കൊടുക്കാം. ലിവിങ് റൂമിൽ 2, 3 കൊടുക്കാം, ഇവിടെ 2 16 ആംപിയറിൻ്റെ കൊടുക്കാം. കിച്ചണിലാണെങ്കിൽ ഒരു നമ്പർ 6 ആംപിയറിൻ്റെ 1, 2 നമ്പർ 16 ആംപിയറിൻ്റെ. ഡൈനിങ് റൂമിലാണെങ്കിൽ 2 നമ്പർ 6 ആംപിയറിൻ്റെത്, 1 നമ്പർ 16 ആംപിയറിൻ്റെ നമുക്ക് കൊടുക്കാം. ഗ്യാരേജിൽ 1 നമ്പറും 1 നമ്പർ. അതുപോലെ റെഫ്രിജറേഷനും വേണ്ടി നമ്മളെന്താണ് 6 ആംപിയറിൻ്റെ കൊടുക്കില്ല, 1 നമ്പർ. എ സിക്കും അതേപോലെ തന്നെ
16 ആംബിയറിൻ്റെ ഒന്ന് കൊടുക്കാം. പിന്നെ വരാന്തയിൽ രണ്ടും ഓരോന്ന് കൊടുക്കാം. ബാത്റൂമിലും രണ്ടും ഓരോന്ന് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സോക്കറ്റുകൾ ഉള്ളൊരു റെക്കമെൻഡേഷൻ ഈ റൂളിൽ ഉണ്ട്. പിന്നെ എന്താണ്, ആൾ ദ മെറ്റൽ കവറിങ് ഷുഡ് ബി എർത്ത്. എല്ലാ മെറ്റൽ കവറിങ് മെറ്റലായിട്ട് വരുന്ന എന്ത് സാധനം ഉണ്ടോ അതൊക്കെ എർത്ത് ചെയ്യണം. അതുപോലെ തന്നെ മെഷീൻ ആണെങ്കിൽ ഡബിൾ എർത്തിങ് ഷുഡ് ബി പ്രൊവൈഡ് വിത്ത് ആൾ മെഷീൻ. എന്ത് മെഷീൻ ഉണ്ടെങ്കിലും മെഷീനുകളൊക്കെ ഡബിൾ എർത്തിങ് നമ്മൾ കൊടുക്കണം. ഇവിടെ നോക്കുക, 2 എർത്തിങ്, 1 2. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒന്ന് എർത്തിങ് ഒന്ന് പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഓപ്പൺ ആവുകയാണെങ്കിൽ മറ്റൊരു കൂടെ എന്ത് ചെയ്യണം, എർത്തിങ് നടക്കണം. അപ്പം നിർബന്ധമായിട്ടും ഡബിൾ എർത്തിങ്, എല്ലാ മെഷീൻസിനും ഡബിൾ എർത്തിങ് നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കണം. അപ്പോൾ തന്നെ നോ സ്വിച്ച് ഓർ ഫോഴ്സ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻ ദി എർത്ത് വെയർ. എർത്ത് വെയറിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്വിച്ചോ അല്ലെങ്കിൽ ഫ്യൂസോ ഒന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ ലൈവ് വയർ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ബൈ എ ഫ്യൂസ്. ലൈവ് വയർ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ഫ്യൂസ് വഴി കൊടുക്കാൻ പാടുള്ളൂ, പ്രൊട്ടക്റ്റ് ചെയ്യണം. ലൈവ് വയർ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓഫ് കറണ്ട് കാര്യം ഡിപ്പെൻഡ് അപ്പോൺ ദ കറണ്ട് റേറ്റിംഗ് ഓഫ് ലോഡ്. ലോഡിൻ്റെ കറണ്ട് എത്രയെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഈ ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിംഗ് നമ്മൾ ഫ്യൂസ് കാരിയറിൻ്റെ കറണ്ട് റേറ്റിംഗ് നമ്മൾ ഫ്യൂസ് എലമെൻറ്റിൻ്റെ കറണ്ട് റേറ്റിംഗ് നമ്മൾ തീരുമാനിക്കണം. എപ്പോഴും ലൈവ് എന്താണ് വയറിൽ മാത്രമേ, ഫേസ് വയറിലെ നമ്മൾ എന്ത് കൊടുക്കാവൂ, ഫ്യൂസ് കൊടുക്കാവൂ. അപ്പോൾ ആൾ സ്വിച്ചസ് ഷുഡ് ബി കണക്റ്റഡ് ത്രൂ ലൈവ് വയർ. സ്വിച്ചും ഫ്യൂസും രണ്ടും എന്താണ് ലൈവ് വയറിൽ, ലൈവ് അല്ലെങ്കിൽ ഫേസ് വയറിലെ എന്ത് ചെയ്യാവൂ, നമ്മൾ പിന്നെ സ്വിച്ചോ അല്ലെങ്കിൽ ഫ്യൂസോ കണക്ട് ചെയ്യാവൂ. അതിൻ്റെ അല്ലാതെ കൊടുത്താലുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ സ്വിച്ച് ആൻഡ് സ്റ്റാർട്ടർ ഓഫ് മോട്ടോർ ഷുഡ് ബി ഈസിലി ആക്സസിബിൾ ടു ദി അപ്പാരറ്റസ്. എന്താണ് മോട്ടോറിൻ്റെയും അതുപോലെ തന്നെ എന്താണ് മോട്ടോറുകൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്റ്റാർട്ടറും അല്ലെങ്കിൽ സ്വിച്ചുകളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് അത് ആക്സസിബിൾ ആവുന്ന രീതിയിൽ, പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ കൊടുക്കണം. പിന്നെ വാട്ടർ പ്രൂഫ് ലൈറ്റിംഗ് ഫിറ്റിംഗ് ആണെങ്കിൽ ഷുഡ് ബി യൂസ്ഡ് ഫോർ ഔട്ട്ഡോർ ലൈറ്റിംഗ്. ഔട്ട്ഡോറിൽ നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മൾ വീടിൻ്റെ പുറത്തൊക്കെ ലൈറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ അത് വാട്ടർ പ്രൂഫ് ലൈറ്റിംഗ് ഫിറ്റിംഗ് തന്നെ കൊടുക്കണം. ഇനി നോക്കുക, നിർബന്ധമായിട്ടും നമുക്ക് അറിയേണ്ട ഇതിൽ നിന്നും കുറേ ചോദ്യങ്ങൾ എക്സാമിന് വരാറുള്ള ഒരു പോർഷനാണ് മൗണ്ടിങ് ലെവൽ ഓഫ് ദ ആക്സറീസ് ആൻഡ് കേബിൾസ്. അല്ലേ, നമ്മളിപ്പോൾ പിന്നെ ബൾബ് ഫിറ്റ് ചെയ്യണം, ഫാൻ ഫിറ്റ് ചെയ്യണം, അല്ലേ, ഇതൊക്കെ എത്ര ഹൈറ്റിലാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി പറയുന്നത്. നോക്കുക, ഹൈറ്റ് ഓഫ് ദ മെയിൻ ആൻഡ് ബ്രാഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഷുഡ് ബി നോട്ട് മോർ ദാൻ 2 മീറ്റർ ഫ്രം ദ ഫ്ലോർ ലെവൽ. നമ്മൾ ഫ്ലോർ ലെവലിൽ നിന്നും എന്താണ് എന്തിൻ്റെ മെയിൻ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ മെയിൻ സ്വിച്ചൊക്കെ കൊടുക്കുന്ന ബോർഡ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്, മെയിൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇത് രണ്ടും കൊടുക്കുമ്പോൾ എന്താണ്, എന്തിന് കൂടാൻ പാടില്ല, 2 മീറ്ററിൽ നിന്നും ഫ്ലോറിൽ നിന്നും 2 മീറ്ററിലും അതിൻ്റെ ഉയരം 2 മീറ്ററിലും കൂടാൻ പാടില്ല. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ ഉയരം 2 മീറ്ററിലും കൂടാൻ പാടില്ല, ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത്, അതോടൊപ്പം തന്നെ ഫ്രണ്ട് ക്ലിയറൻസ് ഓഫ് 1 മീറ്റർ ഷുഡ് ബി ആൾസോ പ്രൊവൈഡ്. ഇതിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യണം, 1 മീറ്റർ എന്തായാലും അവിടെ എന്ത് വേണം, ക്ലിയറൻസ് വേണം. അവിടെ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്താണ്, മുമ്പിൽ, ഇതിൻ്റെ മുമ്പിൽ ഇത് കൊടുത്തതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം, 1 മീറ്റർ ക്ലിയറൻസ് ഉണ്ടാവണം. അപ്പോൾ 2 മീറ്റർ ഉയരം 2 മീറ്ററിലും കൂടാൻ പാടില്ല. പിന്നെ മുമ്പിൽ ഇതിൻ്റെ ഫ്രണ്ട് ക്ലിയറൻസ് 1 മീറ്ററെങ്കിലും ചുരുങ്ങിയത് വേണം. അതുപോലെ തന്നെ സ്വിച്ച് ഷാൾ ബി ഇൻസ്റ്റാൾഡ് അറ്റ് എനി ഹൈറ്റ് 1.3 മീറ്റർ എബോവ് ദ ഫ്ലോർ. 1.3 മീറ്ററിലും ഇതിൻ്റെ മുകളിലേ നമ്മൾ എന്ത് ചെയ്യാവൂ, സ്വിച്ച് കൊടുക്കാവൂ. സ്വിച്ച് 1.1 മീറ്റർ എബോവ് ദ ഫ്ലോർ ലെവലിനേക്കാൾ 1.3 മീറ്ററിനും മുകളിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ മിനിമമായിട്ട് 1.3 മീറ്ററാണ്. അതുപോലെ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്, ലൈറ്റ് നമ്മൾ ബൾബ് ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത്, ബൾബ് അല്ലെങ്കിൽ ട്യൂബൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് ഓഫ് നോട്ട് ലെസ് ദാൻ 2.25 മീറ്റർ ഫ്രം ദ ഫ്ലോറിൽ നിന്നും തറയിൽ നിന്നും എന്താണ് 2.25 മീറ്ററിൽ എന്താ ചെയ്യാൻ പാടില്ല, കുറയാൻ പാടില്ല. ഇതിൻ്റെ ഹൈറ്റ് 2.25 മീറ്റർ, മിനിമം 2.25 മീറ്ററിലാണ് നമ്മൾ കൊടുക്കുക. നോട്ട് ലെസ് ദാൻ 2.2 മീറ്റർ ഫ്രം ദ ഫ്ലോർ. അപ്പോൾ ഈ സോക്കറ്റ് ഔട്ട്ലെറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ, സോക്കറ്റ് കൊടുക്കുമ്പോൾ 2 രീതിയിലുണ്ട്. ഏത് 0.25 അല്ലെ 25 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.3 മീറ്റർ അബോവ് ദ ഫ്ലോർ ആസ് ഡിസൈഡ്. അത് നമ്മുടെ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് കൊടുക്കുന്നതിനനുസരിച്ച് ബെഡ് സ്വിച്ചിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ വളരെ താഴ്ത്തിയിട്ടാണ് കൊടുക്കുക.
അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ സ്വിച്ചിൻ്റെ അല്ലെ സ്വിച്ച് ബോർഡിൻ്റെ കൂടുതലാണ് കൊടുക്കണമെങ്കിൽ 1.3 മീറ്ററിലും അതിൻ്റെ എബോ ആയിട്ട് കൊടുക്കണം. അപ്പോൾ 2.25 മീറ്റർ ഏറ്റവും താഴെ കൊടുക്കുമ്പോൾ അല്ലെ താഴെ കൊടുക്കുമ്പോൾ 0.25 മീറ്റർ മിനിമം വേണം, മറ്റാണെങ്കിൽ 1.3 മീറ്റർ. ഇനി നോ സോക്കറ്റ് ഔട്ട്ലെറ്റ് ഷാൾ ബി പ്രൊവൈഡ് ഇൻ ബാത്റൂം അറ്റ് എ ഹൈറ്റ് ലെസ് ദാൻ 1.3 മീറ്റർ. നമ്മൾ ബാത്റൂമിലൊരു പ്ലഗ് പോയിൻ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് 1.3 മീറ്ററേ മിനിമം, അതിലും കൂടുതലുള്ള സ്ഥലത്തെ സോക്കറ്റ് കൊടുക്കാവൂ. ബാത്റൂമിൽ 1.3 മീറ്റർ ഹൈറ്റിലും കൂടുതലുള്ള സ്ഥലത്തെ നമ്മൾ കൊടുക്കാവൂ. ഇനി ഫാന് കൊടുക്കുമ്പോൾ അല്ലേ, ഫാൻ നമ്മൾ കൊടുക്കുമ്പോൾ എത്ര ഹൈറ്റിലാണ് വേണ്ടത്? സീലിംഗ് ഫാൻ ഷാൾ ബി വയർഡ് ടു സീലിംഗ് റോസസ് ഓർ ടു സ്പെഷ്യൽ കണക്ടർ ബോക്സസ്. സീലിംഗ് റോസിൽ നിന്നോ അല്ലെങ്കിൽ സ്പെഷ്യൽ കണക്ടർ ബോക്സിൽ നിന്നാണ് സീലിംഗ് ഫാനിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ആൾ സീലിംഗ് ഫാൻ ഷാൾ ബി പ്രൊവൈഡ് വിത്ത് എ സ്വിച്ച് ബിസൈഡ്സ് ഇറ്റ്സ് റെഗുലേറ്റർ. റെഗുലേറ്ററിൻ്റെ കൂടെ ഒരു സ്വിച്ചും കൂടി നമ്മളെന്താണ് ഫാൻ റെഗുലേറ്ററിൻ്റെ കൂടെ സീലിംഗ് ഫാനുള്ള സ്വിച്ച് കൊടുക്കും. ഫാൻ ഷാൾ ബി സസ്പെൻഡ് ഫ്രം ഹുക്ക് അല്ലെ, ഫാൻ നമ്മൾ ഹുക്കിലോ അല്ലെങ്കിൽ ഷാക്കിൽ വിത്ത് ഇൻസുലേറ്ററുള്ള പിന്നെ ഹുക്കോ അല്ലെങ്കിൽ ഷാക്കിലോ ഉപയോഗിക്കണം. ബിറ്റ്വീൻ ദി ഹുക്ക് ആൻഡ് ഷാക്കിൾ ആൻഡ് ആൾസോ വിത്ത് ഇൻസുലേറ്റർ ബിറ്റ്വീൻ ദി ഹുക്ക് ആൻഡ് സസ്പെൻഷൻ റോഡ്. സസ്പെൻഷൻ റോഡിൻ്റെ അതേപോലെ തന്നെ ഹുക്കിൻ്റെ അടുക്കും അതുപോലെ തന്നെ ഹുക്കിൻ്റെയും ഷാക്കിളിൻ്റെ അടുക്കും ഒക്കെ എന്ത് വേണം? ഇൻസുലേഷൻ കൊടുത്തിട്ടേ നമ്മൾ ഫാൻ എന്ത് ചെയ്യാവൂ? ഫിറ്റ് ചെയ്യാവൂ. ഇനി ഫാനിൻ്റെ ഹൈറ്റ് അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്, വേറെ രീതിയിലൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ആൾ സീലിംഗ് ഫാൻ ഷാൾ ബി ഹങ് നോട്ട് ലെസ് ദാൻ 2.75 മീറ്റർ എബോവ് ദ ഫ്ലോർ. എന്താണ് തറയിൽ നിന്നും 2.5 മീറ്റർ നിന്നും കുറയാൻ പാടില്ല ഇതിൻ്റെ ഹൈറ്റ്. എന്താണ് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് എന്താണ് 2.75 മീറ്റർ ഇത് ഫിറ്റ് ചെയ്യുന്ന സ്ഥലം ഏറ്റവും ഇവിടുന്ന് ഇങ്ങോട്ട് താഴെ വരെ എന്താണ് 2.75 മീറ്റർ എങ്കിലും മിനിമം വേണം. 2.75 മീറ്റർ. അതിൽ തന്നെ ഇവിടെ നോക്കുക എന്താണ് ക്ലിയറൻസ് ബിറ്റ്വീൻ ബോട്ടം പോയിന്റ് മുതൽ തറ വരെയുള്ള ഹൈറ്റ് നോട്ട് ലെസ് ദാൻ 2.4 മീറ്റർ. 2.4 മീറ്ററിലും കുറയാൻ പാടില്ല. എവിടുന്ന്? ഈ ഫാനിൻ്റെ ഈ പിന്നെ ബോട്ടം പോയിന്റ് മുതൽ താഴെ വരെ എന്താണ് 2.4 മീറ്റർ എങ്കിലും മിനിമം വേണം. അതുപോലെ തന്നെ എന്താണ് മൊത്തം ഹൈറ്റ് 2.75. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇവിടെ ഈ എന്താണ് ബോട്ടം പോയിന്റ് മുതൽ സീലിംഗ് വരെ എന്താണ് 30 സെൻറ്റിമീറ്ററെങ്കിലും കുറഞ്ഞത് വേണം. സീലിംഗ് എന്താണ് മിനിമം ക്ലിയറൻസ് ബിറ്റ്വീൻ ദ സീലിംഗ് ആൻഡ് ദ പ്ലെയിൻ ഓഫ് ദ ബ്ലേഡ് ഓഫ് ദി നോട്ട് ലോസ് ദാൻ 30 സെൻറ്റിമീറ്റർ. ഈ ബ്ലേഡിൻ്റെ ഇവിടുന്ന് തൊട്ടിട്ട് എന്താണ് മുകളിലേക്ക് ഈ ഗ്യാപ്പ് 30 സെൻറ്റിമീറ്ററിലെങ്കിലും മിനിമം ഗ്യാപ്പ് വേണം. അല്ലെങ്കിൽ എന്താണ് ഇത് പിന്നെ വലിച്ചിട്ട് എയറിനെ വലിച്ച് തള്ളാനുള്ള എന്താണ് നമുക്ക് കാറ്റ് കുറയും. ഇത് 30 സെൻറ്റിമീറ്ററെങ്കിലും മിനിമം ക്ലിയറൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫാനിൻ്റെ ഉപകാരം നടക്കില്ല. എന്താണ് കുറവ് കാറ്റേ നമുക്ക് ലഭിക്കുള്ളൂ, എയർ വളരെ കുറച്ചേ ലഭിക്കുള്ളൂ. അപ്പം മിനിമം 30 സെൻറ്റിമീറ്റർ ക്ലിയറൻസ് വേണം. ഇനി കേബിൾ ഷാൾ ബി റൺ അറ്റ് എനി ഡിസൈഡ് ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ലെവലിൻ്റെ ഏത് ഹൈറ്റിലും ആണെങ്കിൽ എന്താണ് കേബിൾ നമുക്ക് വലിക്കാം. അതുപോലെ തന്നെ ആൻഡ് വൈൽ പാസിങ് ത്രൂ ദ ഫ്ലോറിലൂടെ കേബിൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു വയറിങ്ങിൽ എന്താണ് കേസിങ് ആൻഡ് കേപ്പിങ്ങോ അല്ലെങ്കിൽ TRS വയറിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഹെവി ഗേജ് കോണ്ടിയൂട്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യൂ അത് പാസ് ചെയ്യാവൂ. പിന്നെ ഫ്ലെക്സിബിൾ കോഡ് നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഫ്ലെക്സിബിൾ കോഡ് ഷാൾ ബി യൂസ്ഡ് ഓൺലി ഫോർ ദ ഫോളോയിങ് പർപ്പസ്. ഫ്ലെക്സിബിൾ കോഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് താഴെ പറയുന്നത്. ഒന്ന് പെൻഡൻറ്റ് ഹോൾഡറിലേക്ക് അല്ലേ, നമ്മൾ ലൈറ്റ് കൊടുക്കുമ്പോൾ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യാൻ ഫ്ലെക്സിബിൾ കോഡ് ഉപയോഗിക്കാം. അതുപോലെ ഫോർ വയറിംഗ് ഓഫ് ഫിക്സ്റ്റേഴ്സ്, സാധനങ്ങൾ വയർ ചെയ്തിട്ട് ആ ഫിക്സ്റ്റേഴ്സ് കൊടുക്കാനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെക്സിബിൾ കോഡ് ഉപയോഗിക്കാം. അതുപോലെ ഫോർ കണക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ടബിൾ ആൻഡ് ഹാൻഡ് ഹെൽഡ് ആപ്ലിക്കേഷൻ, നമ്മൾ പിന്നെ കൈകൊണ്ട് കൊണ്ട് നടക്കണേ അല്ലെങ്കിൽ കൈകൊണ്ട് ഉപയോഗിക്കണേ നമ്മൾ അയൺ ബോക്സ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെക്സിബിൾ കോഡ് ഉപയോഗിക്കാം. ഫ്ലെക്സിബിൾ കോഡ് ഷാൾ നോട്ട് ബി യൂസ് ഇൻ ഫോളോവിങ് കേസ്, ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിക്സഡ് വയറിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കേബിൾ മേ ബി ഹാവ് ടു റൺ ഇൻ ടു ഹോൾസ് ത്രൂ ദി സീലിംഗ് അതുപോലെ തന്നെ പിന്നെ ചുമര്, ഫ്ലോറ്, വിൻഡോ അതിൻ്റെ ഉള്ളിലൂടെ ഒന്നും കൊടുക്കണം. അതിൽ ഫ്ലെക്സിബിൾ വയർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഫോർ കൺസീൽഡ് വയറിങ്, നമ്മൾ ചുമരിൻ്റെ ഉള്ളിലൂടെ ചെയ്യുന്ന വയറിങ്ങിലും എന്ത് ചെയ്യുക ഫ്ലെക്സിബിൾ കോഡ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ അറ്റാച്ച്മെൻറ്റ് പെർമനൻറ്റ് ടു ദി വാൾ സീലിംഗ് പെർമനൻറ്റ് വയറിങ്ങിലും ഫ്ലെക്സിബിൾ കോഡ് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ജനറൽ റൂൾസ് ഫോർ വയറിംഗ് ആണ്. ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ
ഒന്നും രണ്ടും അല്ല, അത് PSC ആണെങ്കിലും നമ്മുടെ പിന്നെ എക്സാമിനാണെങ്കിലും മെയിൻ എക്സാമിനാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എല്ലാവരും ഇത് കേട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രിക്കൽ വയറിംഗ് ആക്സസറീസിനെ പറ്റി നമ്മൾ സ്വിച്ച് പിന്നെ മെയിൻ സ്വിച്ച് അത് ഇത് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇലക്ട്രിക്കൽ വയറിംഗ് ആക്സസറീസ് എന്തൊക്കെയുണ്ടോ അതിനെ പറ്റിയൊക്കെയുള്ള ഒന്നാമത്തെ ക്ലാസ് അടുത്ത ലെസൺ അതിലുള്ള ഒന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.